എന്തായി മോന്റെ UK പോക്കൊക്കെ എന്തായി? ആ എന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടൊക്കെ വരുന്നു. എനിക്ക് വന്നില്ലേ സുജാത? എവിടെ സുജാത ഇവിടെ വേറെയും കുറെ വീടുകളൊക്കെ ഇല്ലേ, അവിടെ ഉള്ള പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു നേരാവും. ഓരോ എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വരുന്നു. കുറച്ചൊന്ന് താമസിച്ചു പോയി കുഞ്ഞെ, ഹോസ്പിറ്റലിലൊക്കെ പോകാണ്ടായിരുന്നു. അപ്പൊ ഒരു പുതിയ കാര്യമല്ലല്ലേ ലേറ്റ് ആവല്. ആ ഓക്കെ കേറി. ഞാൻ കുറെ പാത്രങ്ങളൊക്കെ സിങ്കിൽ വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചു. ഓ ഈ സുജാതയുടെ മകനെ പറ്റിയല്ലേ പറഞ്ഞത്? ഒരു പണിക്കും പോകുന്നില്ല, വെറുതെ നടക്കുവാന്നും. അവനെ പറ്റി തന്നെ. ഇവന്റെ ഓരോ കാര്യം പറഞ്ഞോണ്ട് ഇവരെന്നും എന്റെ അടുത്ത് ഇങ്ങനെ പൈസ വാങ്ങിക്കും. ഇന്നലെയും കൂടെ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോഴത്തെ പിള്ളേർ ഒരു ഉത്തരവാദിത്വം ഇല്ല, ചുമ്മാ ഇങ്ങനെ നടക്കുവാണ്. ഒരു പഠിത്തത്തിനും പോകില്ല, ഒന്നുമില്ല, ചുമ്മാ നടക്കാം. ഇവനെന്തോ PSC എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുക. PSC അവനെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. PSC എന്നൊക്കെ പറയുന്നത് ആർക്കാ? പണിയൊക്കെ കഴിഞ്ഞു കുഞ്ഞെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുഞ്ഞെ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു 500 രൂപ വേണോന്നേ. ആ ഓർമ്മയുണ്ട്, ഞാൻ നോക്കാം. പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാണോ പൈസ? അത്യാവശ്യമായോണ്ട് കുഞ്ഞെ, മോനെ എന്തോ ഒരു PSCയുടെ ലിസ്റ്റിലുണ്ട്. അപ്പൊ അതിന്റെ കാര്യം തിരക്കാൻ തിരുവനന്തപുരത്ത് പോവാനാ. PSC എന്നൊക്കെ കുറെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ കിട്ടുമോ ശരിക്ക്? പഠിച്ചിട്ട് എപ്പ കിട്ടാൻ? ഇത്തവണ കിട്ടും. മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല ലിസ്റ്റിൽ എന്തൊക്കെയോ ഉണ്ട്, ജോലി കിട്ടും. ഒന്നുകൂടെ നോക്കാം. ഇവിടെ വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അമ്മയെ കാണാൻ വന്ന. ഇതെന്താ ഈ കയ്യില്? ഇതെന്താ ഇപ്പൊ? അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഹെൽത്ത് സ്കൂൾ മാച്ച്. ശരിക്കും? ശരിക്കും. എന്ന് മുതലാ? അടുത്ത മാസം മുതലാ. ഹാപ്പി ആയില്ലേ? ആയി മക്കളെ, സന്തോഷം. പോവാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ, നമുക്ക് ഇത് ഇപ്പൊ തന്നെ ഇവരെ ഒന്ന് കാണിച്ചിട്ട് വന്നാലോ? നമുക്ക് കേരള സർക്കാരിന്റെ ടാഗ് കിട്ടിയിട്ട് കൊണ്ടുപോയി കാണിക്കാം. മതിയല്ലേ?